ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. നിഫ്റ്റി 22,000-ന് താഴെയും സെൻസെക്സ് 790 പോയിന്റ് കുറഞ്ഞ് 72,304-ലും വ്യാപാരം അവസാനിപ്പിച്ചു. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികകളിൽ വൻ നഷ്ടം. ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണ വിൽപ്പനയ്ക്ക് ഭീഷണിയായി US ഉപരോധം. വാർഷിക വിതരണ ഇടപാടുകൾ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കിയേക്കും. അനിശ്ചിതത്വത്തിലായി എണ്ണ വ്യാപാരികൾ. ഇന്ത്യയിലെ മികച്ച 8 നഗരങ്ങളിലെ ഭവനവിലയിൽ വൻ വർധന. 2021 മുതൽ 2023 വരെ ഭവനവിലകൾ 20% ഉയർന്നു. അനുകൂലമായ പലിശ നിരക്ക്, സാമ്പത്തിക വീക്ഷണം എന്നിവ ഭവനവിലയെ സ്വാധീനിച്ചെന്ന് റിപ്പോർട്ടുകൾ. ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ചൈനയുടെ ആധിപത്യം കുറയുന്നു. കയറ്റുമതി വിപണി വിഹിതം ഇന്ത്യ കൈക്കലാക്കുന്നുവെന്ന് പഠനം. നികുതി ഇളവുകൾ, മൂലധന പിന്തുണ എന്നിവ സ്വാധീനിച്ചെന്നും കണ്ടെത്തൽ. ഇന്ത്യൻ റീറ്റെയിൽ വിപണി വളർച്ചയുടെ പാതയിൽ. അടുത്ത ദശകത്തോടെ വിപണി $2 ട്രില്യൺ എത്തുമെന്ന് റിപ്പോർട്ട്. സംഘടിത റീറ്റെയിലർമാർ പ്രകടനം നിലനിർത്തുകയും ഓഹരികൾ വളർത്തുന്നത് തുടരുകയും വേണമെന്നും വിദഗ്ധർ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ വീണ്ടും നഷ്ടത്തിൽ വ്യാപാരം അവസാനിച്ചിരിക്കുകയാണ്. ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, റിയാലിറ്റി തുടങ്ങിയ എല്ലാ മേഖലാ സൂചികളും നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. 2% വീതം നഷ്ടമാണ് ഓരോ ഓഹരികളിലും ഉണ്ടായത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഐഷർ മോട്ടോഴ്സ്, മാരുതി സുസുക്കി തുടങ്ങിയവ ഏറ്റവും കൂടുതൽ നഷ്ടത്തിലായപ്പോൾ HUL, ഇൻഫോസിസ്, TCS, ഭാരതി എയർടെൽ തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലായിരുന്നു എന്ന് തന്നെ പറയാം. സെൻസെക്സിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും ഏകദേശം 1% നഷ്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഒരു നെഗറ്റീവ് നോഡിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50-ൽ 247 പോയിന്റ് ഇടിവിൽ 21,951 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികളിലൊക്കെ തന്നെ വളരെ വലിയൊരു വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു. നിഫ്റ്റി ബാങ്കിലാണെങ്കിലും 624 പോയിന്റ് ഇടിവിൽ 45,963 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ അണ്ടർടേക്കിംഗ്സിലേക്ക് ഒരു വലിയൊരു വിൽപ്പന സമ്മർദ്ദം ബാങ്ക് ഓഹരികളിലും പ്രകടമായിരുന്നു. ഫിനാൻഷ്യൽ ഓഹരികളിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 212 പോയിന്റ് ഇടിവിൽ 20,340 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നേട്ടത്തിൽ അവസാനിപ്പിച്ച വിപണി തന്നെ ഒരു ദിവസം പിന്നിട്ടപ്പോൾ ഇന്ന് വളരെ വലിയൊരു കനത്ത ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വരികയാണെങ്കിൽ അവിടെയും സെൻസെക്സിലും വലിയൊരു ഇടിവ് നമുക്ക് പ്രകടമാണ്. 790 പോയിന്റ് ഇടിവിൽ 72,304 പോയിന്റിലാണ് സെൻസെക്സിലും നിലവിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി മാക്രോ ഡേറ്റുകളൊക്കെ വരാനുണ്ട്. നിക്ഷേപർ അതൊക്കെ തന്നെയും വലിയ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാകും നാളത്തെ ഓഹരി വിൽപ്പനയും വാങ്ങലുകളും എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ അറിയാം. ഇനി DBFSന്റെ ഒരു മാനേജിംഗ് ഡയറക്ടർ നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ്, പ്രിൻസ് ജോർജ്. ഗുഡ് ഈവനിംഗ് ശ്രീ പ്രിൻസ് ജോർജ്. നിലവിൽ മാർക്കറ്റ് ഒരു നെഗറ്റീവ് നോഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? നിക്ഷേപരെ സംബന്ധിച്ച് ഈ ഒരു നല്ല നിക്ഷേപത്തിനുള്ള സാധ്യത അടുത്ത കാലത്തുണ്ടോ? ഗുഡ് ഈവനിങ് സൂര്യശ്രീ. സാധാരണ രീതിയിൽ മാർക്കറ്റുകൾ മുകളിലേക്ക് പോകുമ്പോഴാണ് ആളുകൾക്ക് സന്തോഷമുള്ളത്. പക്ഷേ മാർക്കറ്റുകൾ അങ്ങനെ എപ്പോഴും മുകളിലേക്ക് പോകില്ലല്ലോ. ഇടയ്ക്കൊക്കെ ചില കറക്ഷൻസ് മാർക്കറ്റുകളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതും വെറും ഒരു കറക്ഷൻ മാത്രമാണെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ഇത് വരാനുള്ള ഒരു പ്രധാന കാരണം നാളെ F&O സീരീസ്, അതായത് ഫെബ്രുവരി സീരീസിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ എക്സ്പയറിക്ക് മുമ്പായിട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ വാങ്ങിയിട്ടുള്ള ഷെയറുകളൊക്കെ വിൽക്കാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ എക്സസ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു കമ്പൽഷൻ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഉണ്ട്. ആ ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ മറ്റ് റീസൺസ് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ കിട്ടുന്ന സൂചനകൾ. ഇതൊക്കെയാണെങ്കിലും ഇന്നത്തെ ഒരു സെൽ ഓഫ് കൊണ്ട് ഇത് തീർന്നോ അതോ വരും ദിവസങ്ങളിൽ ഇത് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാളത്തെ എക്സ്പയറിയാണ്. 21,850 ലെവലിന് അപ്പുറത്തേക്ക് നാളത്തെ എക്സ്പയറി താഴേക്ക് പോകേണ്ട കാരണങ്ങളൊന്നും ഇപ്പോഴില്ല. പക്ഷേ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാനൊക്കില്ല. നാളത്തെ ഒരു കറക്ഷനോടുകൂടി മിക്കവാറും ഈ ഷോർട്ട് ടൈം കറക്ഷൻ അവസാനിക്കുകയും വെള്ളിയാഴ്ച തൊട്ട് പുതിയൊരു സീരീസ്, മാർച്ച് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ മാർച്ച് മാസം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് മാർച്ച് മാസത്തിൽ എത്രമാത്രം ആളുകൾ വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വരുമെന്ന് അറിയത്തില്ല. മറ്റൊരു കാര്യം, ഈ മിഡ് ക്യാപ്പ് ഓഹരികളിലും സ്മോൾ ക്യാപ്പ് ഓഹരികളിലും ഒക്കെയാണ് സാധാരണ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഒക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ആ ഒരു സൈഡിൽ കുറച്ചൊരു ഓവർബോട്ട് സിറ്റുവേഷൻ ആണെന്ന് കുറച്ച് നാളുകളായിട്ട് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു സൈഡിലാണ് കറക്ഷൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
നന്ദി. ശ്രീ പ്രിൻസ് ജോർജാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും ഫെഡറൽ റിസർവിന്റെ സാധ്യമായ നിരക്കുറയ്ക്കൽ പാതയിലേക്ക് നാളെ വരികയാണ്. സൂചനകൾ നൽകുന്നതിനാൽ നിക്ഷേപർ US മാക്രോ ഇക്കണോമിക് ഡേറ്റയെ അതുപോലെ തന്നെ ഇന്ത്യൻ GDP ഡേറ്റയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. എന്തായാലും അതൊക്കെ തന്നെയും നാളെ വരും ദിവസങ്ങളിലെ വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കാം. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിൽ ഇനി നാളെ കാണാം. ഇന്ന് സംഭവിച്ചതുമായി അനുജ രാജേഷ് ചേരും.